ബാണാസുര മലനിരകളിലുള്ള കാറ്റുകുന്ന് ആനച്ചോല ട്രക്കിങ്ങിലാണ് ഇന്ന്. വിശേഷങ്ങൾ കാണാം, വായു. ഇന്ന് ബാണാസുര മലനിരകളിലേക്കാണ് യാത്ര, ആനച്ചോല ട്രക്കിംഗ് പോയിന്റിലേക്ക്. കൂടെയുള്ളത് ബത്തേരി വിനായകയിലെ ഗോപകുമാർ ഡോക്ടറും ഫ്രണ്ട്സുമാണ്. പിന്നെ അങ്ങോട്ടുള്ള യാത്രയിൽ വടി വേണം കുത്തിപ്പിടിച്ച് നടക്കാൻ. നിനക്ക് വേണ്ട? അവന് വേണ്ട, അവന് വേണ്ടെന്ന് പറഞ്ഞ. പ്രകൃതിയുടെ ഊഞ്ഞാലാണ് ബാണാസുര കാറ്റുകുന്ന്. പ്രകൃതിയുടെ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് വിശ്രമിച്ച് വായോ. ആടുപാമ്പേ ആടാടു പാമ്പേ കാവിനീളം പാമ്പേ. അപ്പുകുട്ട പൊട്ടക്കണ്ണ എപ്പ കല്യാണം, മകരമാസ കൊയ്ത്ത് കഴിഞ്ഞ അപ്പ കല്യാണം. അമ്മേ അമ്മേ, ഇപ്പോഴേ ഇങ്ങനെ, ഇനി മേലെ കയറുമ്പോഴോ. ഈ പൊന്മല കയറ്റം കഠിനമാണെന്ന് പറയുന്നില്ല. നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ചില കൂട്ട്, ചില സൗഹൃദം, ചില ആത്മബന്ധം, ചില രക്തബന്ധം, അതൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ആശ്വാസമാണ്, ശക്തിയാണ്. ഓരോ മലയും നമുക്ക് ചാടിക്കയറാം. ഒന്നാം മല കയറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. ഒന്നാം മല കയറിയാലല്ലേ താഴേക്ക് ഇറങ്ങാൻ പറ്റൂ. അപ്പോൾ ജീവിതം ഇതുപോലെയാണ്, കയറ്റം ഉണ്ടാവും, ഇറക്കം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായും എൻജോയ് ദ ലൈഫ്, ബി ഹാപ്പി. ചേമ്പ്രാപ്പിക്ക് പോയപ്പോൾ ആന ഓടിച്ചു. അപ്പോൾ ഫെൻസിങ് ഒക്കെ കടന്ന് ആനയുള്ള വഴിയിലേക്കാണ് ഇനി പോകുന്നത്. വരുന്നിടത്ത് വെച്ച് കാണാം. ബി ഹാപ്പി. ചേച്ചിക്ക് പിന്നെ BP കൊളസ്ട്രോളൊന്നും ഉണ്ടാവില്ല, ഉണ്ടോ? ഇതിങ്ങനെ കയറി ഇറങ്ങിയിട്ടും. ഞാൻ 25 വർഷമായിട്ട് WM ഉണ്ട്. ബാണാസുരയുടെ മലമുകളിലേക്ക്, കാറ്റുകുന്നിൻ്റെ എന്താ തണുപ്പ്, ചെരുവിലേക്ക്, കുന്നിൻ മുകളിലേക്ക് ഒരു യാത്ര. ഞങ്ങളുടെ മുന്നിൽ പോയൊരു അതാ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടാണ് വൈകുന്നത്. ഹലോ മിനി, വാങ്ങിക്കോ. താങ്ക് യു. ഇവിടെ വെള്ള നോക്കൂ. ഞാനും ഇപ്പോൾ നഗ്നപാതനായിട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. സമതലമാണ് കുറേ ഭാഗത്തൊക്കെ, അതുകൊണ്ട് ഞങ്ങൾ
കവർ ചെയ്ത ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കയറി ഇറങ്ങുന്ന കുന്നുകളൊക്കെ മനസ്സിലാവണമെങ്കിൽ ഒന്ന് ക്യാമറ അങ്ങോട്ട് വെച്ചപ്പോൾ സാർ ആ കുന്നിൻ്റെ മണ്ടയിലേക്ക് അതെല്ലാം കയറി ഇറങ്ങിയാണ് ഞങ്ങൾ വന്നത്. ഇനി അടുത്ത് കയറുന്ന കുന്നാണത്. ഇന്ന് ഇവിടെ വെച്ച് കണ്ട ചിലരൊക്കെ പറഞ്ഞേ രാവിലെ ഷുഗറിൻ്റെ ഗുളിക കഴിക്കാൻ മറന്നുപോയി, BP-ൻ്റെ മെഡിസിൻ കഴിക്കാൻ മറന്നുപോയി, ഇൻസുലിൻ എടുക്കാൻ മറന്നുപോയി എന്നൊക്കെ. എന്നിട്ട് ഒരു ക്ഷീണമില്ലാതെ ആ ടീം മൊത്തം ഈ മല കയറുകയാണ്. അതാണ് പ്രകൃതിയുടെ വൈബ്. നമ്മളിങ്ങനെ അടച്ചു പൂട്ടിയിരുന്ന നമ്മുടെ മനസ്സിന് ആദ്യം രോഗം ബാധിക്കും, പിന്നെ ശരീരത്തിനും. അതുകൊണ്ട് മരുന്നൊന്നും ഒഴിവാക്കാനല്ല ഞാൻ പറയുന്നത്, അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ഉപയോഗിച്ചോളൂ. പക്ഷേ ഇടയ്ക്ക് ഈ വൈബിലേക്കൊക്കെ ഒന്ന് വായോ. എൻ്റെ തേരാളിയാണ് മുന്നിലുള്ളത്. എല്ലാ മലനിരകളും കീഴടക്കാൻ, എല്ലാ പുഴകളും നീന്തി കയറാൻ കൂടെയുള്ള എൻ്റെ തേരാളി. ജീവിതത്തിൽ ചില ധൈര്യങ്ങൾ വേണം നമുക്കിതുപോലെയുള്ളത്. അത് നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഏത് ദുർഘട സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ കരുത്തേകും. അങ്ങനെ ഓരോ സൗഹൃദങ്ങൾ, ഓരോ ആത്മബന്ധങ്ങൾ, രക്തബന്ധങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണേ. അതിൻ്റെ ഇടയിൽ ഈ തന്തവൈബും കൊണ്ട് ചെല്ലരുത്, പിള്ളേർ അകന്നു പോകും. ഓക്കെ, അവരുടെ ഈ ഒരു പ്രായമുണ്ടേ, ഈ പ്രായത്തിൽ അവർ പറയുന്നത് ശരിയെന്ന് അവർക്ക് തോന്നും. നമുക്കത് തെറ്റാന്ന് തോന്നുന്നതിന് കാരണം എന്താണെന്നറിയോ? നമ്മൾ വേറൊരു കാലഘട്ടത്തിലെ വൈബിൽ വളർന്നവരാണ്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ ചിന്തകളൊക്കെ അംഗീകരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ബി ഹാപ്പി. ഇനി ഒന്നോടെ ബാണാസുര മലയുടെ മുകളിൽ ഈ കാറ്റിൽ, ഈ പ്രകൃതിയുടെ മടിത്തട്ടിൽ പറഞ്ഞറിയിക്കാനാവാത്ത ഫീൽ കണ്ണൊന്നടയ്ക്കുകയാണ്. ഈ കാറ്റിങ്ങനെ ശരീരത്തിൽ തട്ടുമ്പോൾ എന്തൊരു ഫീലാണെന്നറിയോ? മലയുടെ അടിവാരത്ത് നിന്ന് ഞങ്ങൾ ഈ വഴി ഇങ്ങനെ കയറി മലഞ്ചെരുവുകളിലൂടെ കറങ്ങി ഇവിടെ എത്തി. എന്തൊരു കാറ്റാണ്! എവിടെ പോയാലും വിശ്രമിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒന്ന് ടെൻ്റടിക്കും, അതിലാണ് കിടന്നുറങ്ങുക. പപ്പോട് ഒരു വട്ടവും കൂടെ ക്ലിയർ ആയില്ല, അത് ക്ലിയർ ആയില്ല.
കാര്യം ആകെയുള്ള എൻ്റെ ദാഹജലം പറ്റിച്ചിട്ട് നിൽക്കുക. കാറ്റാടിക്കുന്നിലേക്ക് ഓടി കയറുകയാണ്. അപ്പൂസ് കാറ്റുകുന്നിലേക്ക് ഓടിക്കയറുകയാണ്. ബാണാസുര മലനിരകളുടെ മറ്റൊരു കുന്നിലേക്കാണ് ഞങ്ങളിപ്പോൾ കയറുന്നത്. അവിടെ നിന്ന് ബാണാസുര ഡാമിൻ്റെ അടിപൊളി വ്യൂ ഉണ്ട്. വായോ. ജസ്റ്റ് ഒന്ന് കയറിട്ട് ഇറങ്ങാം. ഓ മൂവ് ചെയ്തോ. ഓക്കെ, ഹാപ്പിയാണ്. ഞങ്ങൾ ആ വീഡിയോ കൂടെ എടുക്കുന്നതുകൊണ്ടാണ് വൈകുന്നത്. വരുന്നുണ്ട്, ആ കൂടെ ഇറങ്ങി മതിയല്ലോ അല്ലേ? ആ സാറേ, നമ്പർ താഴേന്ന് നിങ്ങൾ എഴുതിയാൽ അവിടെ നിന്ന് എടുക്കാമല്ലോ അല്ലേ? ആ ഡോക്ടറെ, നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് എടുക്കാം കേട്ടോ. ഞാൻ വിളിക്കാം, കോണ്ടാക്ട് ചെയ്യാം. എല്ലാവരുടെയും നമ്പർ അവിടെ ഉണ്ടല്ലോ. ഇല്ലില്ല. എന്തോ? ആ ഓക്കെ ഓക്കെ. അപ്പൂസ്, ഇത് മലയുടെ പേരെന്താ അപ്പൂസ്? ബാണാസുര. ആ ആ ബാണാസുര. പിന്നെ ചേച്ചിയുടെ പേര് ബിജി അല്ലേ? പോയി കുളിച്ചിട്ട് പോവാം. പറ്റി ഇതൊക്കെ ഈ വൈബ് ഇത് കാണുന്ന നിങ്ങൾക്ക് എത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ എൻ്റെ കാതുകളിൽ ഈ താഴെ ചോലവനത്തിലൂടെ ഒഴുകുന്ന കാട്ടരുവിയും കാട്ടുനദികളൊക്കെ, അതിൻ്റെയൊക്കെ ശബ്ദം എന്നെയൊക്കെ വല്ലാതെ മോഹിപ്പിക്കുന്നുണ്ട്. അത്രമേൽ വൈബാണ്. പപ്പൂസേ, ഞാൻ ഇവിടെ നിന്ന് മാറുകയാണ്. ആ വൈബ് ഒന്ന് കാണിക്കൂ. യാത്രകൾ തുടരുകയാണ്. ഇനിയും ഏറെ പോകാനുണ്ട്. അതിലേക്കുള്ള ഊർജം ചോർന്നു പോകാതെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. നിങ്ങളും സൂക്ഷിച്ചു വെക്കണേ. ബി ഹാപ്പി. കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. ഇതുപോലെ വലിയ മലനിരകളുടെ മുകളിൽ കയറി നിന്നിട്ട് കൂക്കി വിളിക്കുക. അത് എക്കോ ആയിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അപ്പൂസേ,
നോക്കടാ, പാലരുവി പോലെ നദി ഒഴുകി വരുന്നത്, കാട്ടരുവി. ഞങ്ങൾ ആ മലയുടെ മണ്ടേന്നാട്ടോ ഇറങ്ങി വന്നേക്കുന്നേ. ഇനി അടുത്ത മലയുടെ മണ്ടയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടുമരമട്ടിക്കിട്ട് അതിലൊരു ചൂണ്ടൽ പോട്ട്, അതിലൊരു മീൻ കിടച്ചാൽ അരവയർ കഞ്ചി തേടും കടവുളേ. ഉസേ നോക്ക്, ബാണാസുര ഡാം. ഇതൊക്കെ കാണാതെ വല്ല അറ്റാക്കും വന്ന് വടിയായി പോയി കഴിഞ്ഞാ എന്താ ദൈവമേ, തീർത്താ തീരോ സങ്കടങ്ങള്. നോക്കൂ പൂസേ, മലനിരകള് എന്ത് ഭംഗിയാ. നോക്കൂ താഴെ, അതാണ് നമ്മൾ ആ സ്പീഡ് ബോട്ട് പോകുമ്പോൾ കാണുന്ന റിസോർട്ട്. ഒരു തുരുത്തേല് ഇതിലൊക്കെയാണ് നമ്മൾ സ്പീഡ് ബോട്ടിൽ ഇങ്ങനെ കറങ്ങുന്നത്. വായോ, ഈ ക്യാമറയിൽ ഇതെത്ര ഒപ്പിയെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, എങ്കിലും പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ആകാശത്തേക്കുള്ള നടപ്പാതയിലാണ് അപ്പൂസ്. കണ്ടോ, അപ്പൂസിന്റെ മുന്നില് ബാണാസുര ഡാം. എന്ത് ഭംഗിയാ ഈ മലനിരകൾക്ക് നടുവില്, എന്തൊരു ഭംഗിയാ. ബാണാസുര ഡാം. ചില തുരുത്തിലൊക്കെ റിസോർട്ടുകളുണ്ട്. ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നു. അതിലൂടെ ഇടയ്ക്ക് ഒരു സ്പീഡ് ബോട്ടൊക്കെ പോകുന്ന കാണാം. എൻ്റെ പിന്നിലെ മലനിരകൾ നോക്ക്, എന്തൊരു ഭംഗിയാ. നോക്കിയേ, എന്തൊരു ഭംഗിയാ. ഇതൊക്കെയല്ലേ സ്വർഗം. ഒന്ന് വന്ന് കണ്ടൂടെ. ബി ഹാപ്പി.